ഹായ്, ദിസ് ഈസ് ഡോക്ടർ സാബ്സൺ. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ബസാറ് കാണിച്ചു തരാം കിർഗിസ്ഥാനിലെ. അപ്പം എല്ലാ സാധനങ്ങളും എല്ലായിടത്തും കിട്ടും, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി, എല്ലാം ഉണ്ട്. ഇവിടെ സമ്മർ തുടങ്ങി, ഞാനപ്പോൾ ഒരു ഫാൻ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഭയങ്കര ചൂടാവും ഭാഗത്തൊക്കെ. വലിയ ചൂടൊന്നുമില്ല, നമ്മുടെ നാട്ടിലത്തെ അത്രയും ചൂടൊന്നുമില്ല, ബട്ട് സ്റ്റിൽ അത്യാവശ്യം വാമായിരിക്കും അകമൊക്കെ. അപ്പൊ അതുകൊണ്ടൊരു ഫാൻ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പിന്നെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെന്ന്. സോയ, ഇതാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റ്. എല്ലാ സാധനങ്ങളും കിട്ടും. ഞാനിവിടുന്ന് ചിക്കനും മുട്ടയൊക്കെ വാങ്ങുന്നത് കേട്ടോ. ചിക്കൻ വാങ്ങുന്ന കടയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടൊരു ടീഷർട്ട് മേടിക്കാൻ വേണ്ടി കയറിയതാ. ഇവിടെ 250 സോം 350 സോം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. INR സോം ഏറെക്കുറെ ഒന്ന് തന്നെ അതിന്. അപ്പം സോമും പക്ഷെ ഇവിടെ ഇപ്പൊ കറൻസി വാല്യൂ കൂടുതലാണ് നമ്മുടെ നാട്ടിനെക്കാട്ടിലും. പക്ഷെ 250 സോം എന്നൊക്കെ പറയാൻ നേരം ഓക്കെ ആണ്. ഇതേ അമ്മച്ചി ഇതേ ഷർട്ട് കാണിക്കുന്നു, ടീഷർട്ട് കാണിക്കുന്നു. സോ ഒരു ടീഷർട്ട് വാങ്ങി ഞാൻ കഴിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. ഇവിടുത്തെ കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. ഈ ബസാറിലെ ഫുഡിനൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇവിടുത്തെ ഹോട്ടലിൽ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ സാധനങ്ങൾ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ഡിഷസ് കാണിച്ചു തരാം. ഞാനൊരു ഫിറോഷ്കി പറഞ്ഞിട്ടുണ്ട്. ഫിറോഷ്കി എന്ന് പറയുന്നത് നമ്മുടെ മൈദയോ അങ്ങനെന്തോ ആ സംഭവത്തിൻ്റെ അകത്ത് മീറ്റ് ഇങ്ങനെ കവർ ചെയ്ത് അത് ഫ്രൈ ചെയ്യും ഓയിലില്. ഇന്നെന്തായാലും കുറച്ച് കലോറി ബേൺ അധികമോ, അതുകൊണ്ട് ഞാൻ ഒരു ഫിറോഷ്കി പറഞ്ഞിട്ടുണ്ട്. സോ അത് വരുമ്പോ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ മെനു കണ്ടോ, ഇതൊക്കെ മദ്യമാ, ബിയറും ബ്രാൻഡിയും വോഡ്കയൊക്കെ മെനുവിൽ അതൊക്കെ ഉണ്ട്. സോ സാധനം കാണിച്ചു തരാം. ചട്നിയൊക്കെ തന്നിട്ടുണ്ട്. ചട്നി നല്ല ചൂടാ കേട്ടോ. ആസ് ഓൾവേസ് സാധനം കൊള്ളാം. ഇവിടുന്ന് കഴിച്ച് ഇറങ്ങുമായിരുന്നു. നല്ല സാധനമായിരുന്നു. പിന്നെ ഇതെപ്പോഴും കഴിക്കാറുള്ളതുകൊണ്ട് നല്ലതായതുകൊണ്ട് എപ്പോഴും കഴിക്കുന്നത്. നല്ലതായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ കിട്ടുന്ന ഈ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഡ്രസ് കടകളൊക്കെ കണ്ടോ, ഇഷ്ടം പോലെ കടകളാണ് അവിടെ ഇവിടെ എല്ലാം. 250 സോമേ ഉള്ളൂ. ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ് കാണിച്ചു തരാം. പച്ചക്കറിയും സകലമാതന സാധനങ്ങളുണ്ട് ഇവിടെ. പച്ചക്കറി, ഡേറ്റ്സ്, സ്വീറ്റ്സ്, ഇപ്പുറത്ത് സാലഡ്സ്, സകലമാന സാധനങ്ങളുണ്ട്. നട്ട്സ്, മുട്ടായൊക്കെ ഇരിക്കുന്നു. പക്ഷെ സ്നിക്കേഴ്സിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, സ്റ്റിക്കർസ് എല്ലാം ആയിരിക്കും.
ഇവിടെ ഹാമർ റെസ്ലിംഗ് ഒക്കെ നടക്കുന്നു. എന്നെ ഒരു വിളിക്കുന്നുണ്ട്, നോക്കട്ടെ. തോപ്പിക്കാൻ പാടായിരിക്കും. Kyrgyz, Pakistan, Bangladesh? India bro. India. Kyrgyzstan, India. Good one bro, good one bro. Verbaş paka. ഇമാര് ഇവിടെ പൈസ കേടാ ചെയ്യുന്നേ, തോപ്പിക്കാൻ ഭയങ്കര പ്രയാസം. മാട്ട് പിള്ളേരാ. സോ അമ്മാരുമായിട്ട് ആം റെസ്ലിംഗ് പിടിച്ച് തോറ്റ് പണ്ടാരം വിയർത്തൊലിച്ച് അപ്പൊ അടുത്ത സ്പോട്ടിലോട്ട് പോവാ. ഞാൻ ചിക്കൻ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ, ചിക്കൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു നസ്വായി കട. നസ്വായി എന്ന് പറയാൻ നേരം ചുണ്ടിന്റെ ഇടയ്ക്ക് വെക്കുന്ന ഹാൻഡ്സ് പോലത്തെ സാധനം. ഇവിടെ ഭയങ്കര വില കുറവാ. സ്കോൾക്ക് എന്താ ഇതിന് 450 രൂപയായിരുന്നു ഏതിന്. ഇതൊക്കെ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കൊണ്ടത് പോകത്തെ. 2 വർഷം മുന്നേ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോ ഇവിടെ നിന്നായിരുന്നു അരിയും സവോളയും കിഴങ്ങും ഒക്കെ മേടിക്കുന്നേ. കാരണം മഞ്ഞത്തൊക്കെ വെളിയിലോട്ടൊക്കെ പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്റ്റോക്ക് മേടിച്ചു വെക്കും. ജിമ്മിൽ പോവുക, തിരിച്ചു വരിക, കുക്ക് ചെയ്യുക, ക്ലാസ്സിൽ പോവുക, ഇതൊക്കെ തന്നെ റിപ്പീറ്റ്. അപ്പം ഈ കടയിൽ നിന്നൊക്കെ ആയിരുന്നു മേടിച്ചോണ്ടിരുന്നത്. ആ കാണുന്ന അമ്മച്ചിയോടൊക്കെ ആയിരുന്നു മേടിച്ചോണ്ടിരുന്നത്. ചിക്കൊക്കെ അറിയോ ആവോ. എല്ലാ തരത്തിലും അരിയും കിട്ടും കേട്ടോ ഇവിടെ. ഈ പുള്ളിക്കൊക്കെ ഇപ്പൊ ഒരു പുള്ളിയെ കാണിച്ചു തരാം. പുള്ളിയൊക്കെ അതൊക്കെ കിട്ടുന്നുണ്ട്. കുതിരക്ക് ജലദോഷം പിടിച്ച പോലെ ഹിന്ദി പറയും. ബ്രോ कैसा है? इसको हिंदी बहुत आता है, बहुत अच्छा से आता है. थोड़ा हिंदी बोला भाई कैमरा के लिए. ഇവിടെ നിന്നായിരുന്നു ഞാൻ ചിക്കനൊക്കെ മേടിച്ചായിരുന്നു. ഇവിടുന്ന് ഞാൻ ചിക്കൻ ഓൾറെഡി മേടിച്ചു. ഇവിടെ കിട്ടും, ചിക്കൻ ബ്രസ്റ്റ് കിട്ടും. ഞാൻ സവോളയൊക്കെ മേടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നൊക്കെയാണ് സവോള മേടിക്കുന്നത്. ഇതൊന്നുമല്ല, ഇതിന്റെ മണ്ടൊക്കെ അപ്പുറത്തോട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ കടകളുണ്ട്. സവോളയും പച്ചക്കറിയും ഇത് സ്പൈസസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ. സോ ഇതാണ് ഓഷ് ബസാർ. ഇനി ഞാൻ എന്താ വീട്ടിൽ പോട്ടെ, ഭയങ്കര ടയേർഡായിപ്പോയി. നടന്ന് കടന്ന് ഊപ്പാട് വരും. ഇതുവഴി കയറി നടന്ന് കഴിഞ്ഞാൽ ഫുള്ള് മറ്റേ നമ്മള് നടന്ന് കടന്ന് വലയത്തേ ഉള്ളൂ. പിന്നെ ഒന്നാമത് ഇവിടെ ഇപ്പൊ 34 ഡിഗ്രി ചൂടുണ്ട്. സാധാരണ ഒന്നും ഈ ചൂടിലൊന്നും വിയർക്കാത്തതാ ഇവിടെ. വലിയ ചൂടല്ല ഇത്, പക്ഷെ ഞാൻ നടന്ന് കടന്ന് വിയർത്ത്. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ പോട്ടെ. ഇതേ ജിമ്മിൽ പോകണ്ട, കുറച്ച് എനർജി എങ്കിലും ബാക്കി സ്റ്റോർ ചെയ്യണം. ജിമ്മിൽ പോയി ബാക്കി സ്പെൻഡ് ചെയ്യാനുള്ള. ഇതാണ് ഇവിടുത്തെ മെയിൻ മാർക്കറ്റ്. നല്ല നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടക്കാൻ. അല്ല, എല്ലാ സാധനങ്ങളും സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും, പക്ഷെ ഇവിടെ ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും. ബാസ്മതി അരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ബാസ്മതി അരി ആയിരിക്കും. ആ ക്വാളിറ്റി ഇന്ത്യയിൽ കിട്ടുന്ന പോലത്തെ പ്രോപ്പർ സാധനമായിരിക്കും. കണ്ടതേ ഫ്രൂട്ട്സ് ഗൈസ്. ഇനി ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചു തരാം. നല്ല കിടിലും ഫ്രഷ് സാധനങ്ങളായിരിക്കുന്നത്. ഇത് എന്റെ ഫേവററ്റ് ഫ്രൂട്ട് ഇരിക്കുന്നത്. സോ യാ ഗൈസ്, see you on the way to gym. സോ അതെ, മാർക്കറ്റിൽ നിന്ന് വന്ന് ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിച്ച ബിറോഷ്കൊക്കെ മാർക്കറ്റ് നടന്ന ടൈമില് കലോറി ഡെഫിസിറ്റ് ആയി ഓൾറെഡി. ആയി കാണണം, ഐ ഹോപ്പ് സോ. ഇന്ന് ബാക്ക് ഡേ ആണ്. ബാക്ക് ഡേ എപ്പോഴും ഞാൻ പുള്ളപ്പ്, ബാക്ക് ഡേയില് ആദ്യം ഒരു വാം സെറ്റ് പോലെ പുള്ളപ്പ് ചെയ്യും. വാമപ്പ് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോയപ്പോ ഒരു മണ്ടത്തരം ചെയ്ത് ഞാനാണ് എന്റെ മൈക്ക് എടുക്കാൻ മറന്നുപോയി.
പിന്നെ ഹെഡ്ഫോൺ മൈക്കിനകത്താണ് നിങ്ങളെല്ലാം കേട്ടെ. ഇതിനാണെങ്കിൽ ഇതിന് ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് വോയിസും എല്ലാം കേൾക്കും. പക്ഷേ അതിന് മണ്ടത്തരമായിരുന്നത്. നെക്സ്റ്റ് ടൈം ഐ വിൽ ബി ഷുവർ ടു ക്യാരി മൈ ഹെഡ്ഫോൺ, ഐ മീൻ മൈക്ക് വിത്ത് മീ, ഡെഫിനറ്റ്ലി.